അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. വിശുദ്ധ റമളാനിലേക്ക് വീണ്ടും നമ്മൾ എത്തുകയാണ്. അതിന്റെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയമുള്ള വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ വല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് പറയുന്നു. അതിങ്ങനെയാണ്: ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്ക് വതഫാഖുറും ബൈനക്കും വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ് എന്നതാണ്. ഇത് 5 ഘട്ടങ്ങളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ഇനി ഹ്യൂമൻ സൈക്കോളജി നമ്മൾ എടുത്തു നോക്കുക. കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് വെറും കളിയേ ഉണ്ടാവും. അവർക്ക് കാര്യബോധമേ ഉണ്ടാകില്ല. പഠിക്കാൻ കൊണ്ടുചെന്നാക്കിയാൽ പോലും അവർക്ക് കളിയാണ് ഏറ്റവും ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ നാടുകളിലൊക്കെ പഠനം ഒരു 7 വയസ്സ് മുതൽ തുടങ്ങുകയും ബാക്കിയെല്ലാം പ്ലേ സ്കൂളുകളാണ്. നമ്മുടെ നാട്ടിൽ പ്ലേ സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് പോലും സ്റ്റഡി സെന്ററുകളാണ്. സത്യത്തിൽ കളി മാത്രമായിട്ട് കൊടുത്ത കളിയിലൂടെ ബോധങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൈബ് എന്ന് പറഞ്ഞാൽ കളിയാണ്. ഇന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായിട്ടും ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ് ലൈബുൻ, അത് കളിയാണ്. പിന്നെ പറയുന്നത് ലഹുവുൻ, അമ്യൂസ്മെന്റ് ആണ്. അഥവാ പിന്നെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്യൂസ്മെന്റ് കൊണ്ട് വിനോദങ്ങളാണ്. കളിയല്ല വിനോദം. വിനോദം വേറൊരു സാധനമാണ്. നമ്മുടെ മനസ്സിനും ആത്മാവിനും കൂടി വേറെന്തൊക്കെയോ കിട്ടുന്ന, എന്തോ ഒരു സംതൃപ്തി കിട്ടുന്ന വേറെ മേഖലകളിലേക്ക് മനുഷ്യൻ തെന്നിപ്പോകുന്നതും നല്ല രീതിയിൽ പോകുന്നതും വിനോദങ്ങളാണ്. നല്ല വിനോദങ്ങളുണ്ട്, മോശപ്പെട്ട വിനോദങ്ങളുണ്ട്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടാകുന്നത് ഏകദേശം ഒരു 5-6 വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ 7 വയസ്സ് വരെയൊക്കെ കളിയായിരിക്കും കൂടുതലും കുട്ടികൾ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ വിനോദങ്ങളിലേക്ക് കടക്കും. അതിന്റെ ഘട്ടം വേറെയാണ്. എന്താണ് വിനോദങ്ങളിലേക്ക് കടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് ഒരു സദസ്സ് നമ്മൾ എടുത്താൽ അവിടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഓടി നടന്നുകൊണ്ടേയിരിക്കുന്നതും അത് കളിയുടെ ഭാഗമാണ്. എന്നാൽ 10, 12, 13 വയസ്സായ കുട്ടികൾ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അത് വിനോദമാണ്. അത് കളി തന്നെയാണെങ്കിലും വിനോദപരമായ കളിയാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കളി 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഫിസിക്കൽ ഗെയിമാണ്, മറ്റൊന്ന് ഇന്റലക്ച്വൽ ഗെയിമാണ്. ഇന്റലക്ച്വൽ ഗെയിമിൽ പെട്ടതാണ് ഇപ്പോൾ ചെസ് പോലെയുള്ള മറ്റുള്ള കളികളൊക്കെ. ഫിസിക്കൽ ഗെയിമാണ് ഫുട്ബോളും വോളിബോളും ഒക്കെ. അത് സംതൃപ്തി തരുന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഫിറ്റ്നസിന് വേണ്ടിയുള്ള ഗെയിമും കൂടിയാണ്. ജിമ്മിൽ പോകുന്നത് ഫിറ്റ്നസ് ആണ്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് അത്. അപ്പൊ ലൈബുൻ എന്ന് പറയുന്നതിൽ നിന്ന് ലഹുവിലേക്ക് കടക്കുന്ന സമയത്താണ് കുട്ടികൾ പലതും തേടി പോകാറുള്ളത്. ആ തേടിപ്പോക്കിലാണ് വിനോദങ്ങൾ കൂടിയിട്ട് പിന്നെ അമ്യൂസ്മെന്റ് മാറിയിട്ട് അത് വലിയ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നതും തല്ലുമാലയിലേക്ക് കടന്നു പോകുന്നതൊക്കെ വിനോദത്തിന്റെ സമയങ്ങളിലാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു പറയുന്ന മറ്റൊരു ഭാഗം ലഅബുൻ കഴിഞ്ഞിട്ട് ലഹുബുൻ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വസീനത്തുൻ എന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു 13, 14 വയസ്സ് വരെയൊക്കെ കുട്ടികൾ വിനോദങ്ങളിലാണെങ്കിലും 14 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചിലപ്പോൾ അതിലും താഴെയുള്ള കുട്ടികളൊക്കെ ആയാലും അവർ ഫേഷ്യൽ ചെയ്യും, നല്ല രസകരമായി നടക്കാൻ നോക്കും. അതേമാതിരി എപ്പോഴും ഒരു വസീനത്തിനെ കുറിച്ചിട്ടുള്ള, അഥവാ സീന എന്ന് പറഞ്ഞാൽ ഭംഗി എന്നതാണ്. ബ്യൂട്ടിഫുൾ, ഹാൻസം ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താക്കും അവരിങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു കല്യാണ സദസ്സിൽ നമ്മൾ പോയാൽ ആ കല്യാണം ആ വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ പോലും അതിന്റെ ഉടമസ്ഥരായ ആളുകൾ അല്ലെങ്കിൽ അതിന് കാര്യദർശികളായ ആളുകളൊക്കെ അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴും കുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നിടത്തും ഡ്രസ്സ് മാറ്റുന്നിടത്തും ഫോട്ടോ എടുക്കുന്നിടത്തേ ഉണ്ടാവുള്ളൂ. കാരണം അവർ വസീനയുടെ ലോകത്തിലാണ്, അഥവാ ഭംഗിയുടെ ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 4ാമത്തെ ഭാഗം എന്തെന്ന് ചോദിച്ചാൽ വതഫാഖുറും ബൈനക്കും, അവർ പരസ്പരം ഫഖ്ർ നടിച്ചുകൊണ്ടിരിക്കും. എന്താ ഫഖ്ർ? ആ ഫഖ്ർ എന്ന് പറയുന്നത് ആത്മാഭിമാന ബോധമല്ല, ഇസ്സത്തല്ല, പകരം അവര് താൻ പോരിമ നടിച്ചുകൊണ്ടിരിക്കും. അവര് പെരുമകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ഫഖ്ർ നടിക്കുക എന്ന് പറഞ്ഞാൽ. എന്റെ മകൻ ഡോക്ടറാണ്, എന്റെ മകൻ എഞ്ചിനീയർ ആണ്. അഭിമാനബോധത്തോടു കൂടി പറയുന്നത് വേറെ, എന്നാൽ മറ്റുള്ളവരെ ഇകഴ്ത്താൻ വേണ്ടി പറയുന്നത് വേറെ. ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ, സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ കാറുകളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ വീടുകളെ കുറിച്ച് പറയുമ്പോൾ, ഇങ്ങനെ ഫഖ്ർ നടിച്ച് നടക്കുന്ന ആളുകളെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വതഫാഖുറും ബൈനക്കും, അവര് പെരുമ നടിച്ച് കളയും. അഥവാ എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നവരിങ്ങനെ ആർത്തിയോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ലാസ്റ്റ് ഘട്ടം പറയുന്നത് വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ് എന്നതാണ്. അവസാനം പറയുന്ന വാക്ക് വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്, അഥവാ അവർ സമ്പത്തിനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുകയും മക്കള്
പാരമ്പര്യങ്ങൾ, അതിന്റെ കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അവസാനത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ ഡോസ് എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പത്തിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക എന്നതാണ്. ജില്ലയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സംസ്ഥാനത്തിലെ ഏറ്റവും ടോപ്പ് 10 എത്തണം എന്നതാണ്. സംസ്ഥാനത്ത് 10 ടോപ്പ് 10 എന്ന് പറയുന്ന ഏറ്റവും വലിയ മില്യനേഴ്സിൽപ്പെട്ട ആൾ എന്താ ചിന്തിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 10 പെടണം എന്നതാണ്. ഇന്ത്യയിലെ ടോപ്പ് 10 എത്തിയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നത് എന്താണ്? വേൾഡിലെ ടോപ്പ് 10 എത്തുക എന്നതാണ്. വേൾഡിൽ 1-ാം സ്ഥാനത്തെത്തിയ ആൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അത് എന്നും നിലനിർത്തുക എന്നതാണ്, താഴാതെ സൂക്ഷിക്കുക എന്നതാണ്. ഇപ്പൊ എലോൺ മാസ്ക് ഒക്കെ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ഏറ്റവും വലിയ സമ്പത്തുള്ള ആളുകൾ പോലും ഇപ്പോഴും ട്രില്യനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും വാക്കുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അത് അധികം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ അവർ ആയിട്ടില്ല എന്നതാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരാളുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ മിക്കവാറും ഉണ്ടാവുക 20 ലക്ഷം കോടിയാണ് എങ്കിൽ ആ 20 ലക്ഷം കോടി കൊണ്ട് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ലോകത്തിലെ 800 കോടി ജനതക്ക് 3 ദിവസം ഫുഡ് കൊടുക്കാനുള്ള ഫണ്ട് അതുണ്ടാവും. അത് 100 രൂപ റേഞ്ചിൽ ഒരു നേരത്തെ ഫുഡ് കൂട്ടിയാൽ 3 ദിവസത്തെ ഫുഡ് 800 കോടി ആളുകൾക്ക് കൊടുത്തു തീർന്നാൽ അതോടുകൂടി തീരുന്ന സമ്പത്ത് ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിലേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര പരിമിതമാണ് നമ്മുടെ സമ്പത്തുകളൊക്കെ. നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയാണ് അത്രയും വലുതാണെന്നൊക്കെ. നല്ലത് തന്നെ, എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാകട്ടെ, നല്ല അവസ്ഥയിൽ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി കഴിയട്ടെ. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടുന്ന കാര്യം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ലോകത്തിലെ 800 കോടി ആളുകൾക്ക്. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ട്, 800 കോടി ആൾക്കാർക്ക് ഇപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടല്ലോ എന്ന്. പക്ഷെ ഞാനൊരു ഉദാഹരണം പറയാണ്. 800 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 100 രൂപീസ് കൂട്ടിയാൽ, ഒരു ദിവസത്തെ 300 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് ഏകദേശം 900,000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തീരുന്ന ഭക്ഷണമാണ് സത്യത്തിൽ സമ്പത്താണ് സത്യത്തിൽ ഇവരുടെ കയ്യിൽ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 7 ദിവസം, ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് കൊടുക്കാനുള്ള പൈസ അവർക്ക് ഉണ്ടാകാം. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കയ്യിൽ. പക്ഷേ എന്നിട്ടും നമ്മൾ തകാസുറും ബിൽ അംവാലി വൽ ഔലാദ് എന്നതിലേക്ക് കടക്കുകയാണ്. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് അസ്തമിക്കുന്ന ഒരു സമയം വരുമ്പോ മനുഷ്യൻ പറയുന്ന വാക്കുകളും വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹ് മരണം എത്തിക്കഴിഞ്ഞാൽ, ഈ അജൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ നല്ല ആളായിക്കോളാം, എന്റെ എല്ലാ സമ്പത്തും ഞാൻ മനുഷ്യർക്ക് ദാനം കൊടുത്ത് തീർത്തോളാം, എന്നാലും എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ എന്നവൻ പറയും. എന്നിട്ട് പറയാണ്, അള്ളാഹു പറയാണ്, വലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അജലെത്തിക്കഴിഞ്ഞാൽ, അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പിന്തിപ്പിക്കുകയില്ല. അവൻ ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയാലും ശരി, ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായാലും ശരി, നമുക്കറിയാവുന്ന ആളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ഡാൻസർ ആയിരുന്ന ആള് ഏകദേശം 150 കൊല്ലം വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തി അങ്ങനെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ മരിക്കേണ്ടി വന്നു. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സമ്പത്തില്ലായിട്ടല്ല, അള്ളാഹു തീരുമാനിച്ചൊരു അജലുണ്ട്, അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തീരുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും വരാനുണ്ട്. അത് എല്ലാ വിശ്വാസികൾക്കും അതല്ലാത്തവർക്കും വരാനുണ്ട്. അതിനു മുമ്പേ നമ്മൾ ഈ ലഅബിലും ലഹുവിലും വസീനയിലും, ഈ തകാസുറും ബൈനക്കും എന്നതിന് മുമ്പ് തഫാഖുറും ബൈനഹും എന്നതിലും, തകാസുറും ബിൽ അംവാലി വൽ ഔലാദ് എന്നതിലും എല്ലാറ്റിലും എന്താക്കണം? നമ്മൾ കൃത്യമായൊരു ദിശാബോധം ഉണ്ടാകണം. നമ്മൾ എല്ലാവരും ഈ ലോകത്തുനിന്ന് പോകാനുള്ളവരാണ്. ഇത് മനുഷ്യന്റെ എക്സ്ട്രീം എൻഡ് ആണെങ്കിൽ ഇനി നമുക്ക് പോകാനുള്ളത് മറ്റൊരു സ്ഥലത്തേക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്റ്റീവ് ജോബ്സിന്റെ, ആപ്പിളിന്റെ CEO ആയിരുന്ന സ്റ്റീവ് ജോബ്സിന്റെ അവസാനത്തെ കുറിപ്പുകളൊന്ന് എടുത്തു നോക്കുക. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലുള്ള അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു നോക്കുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ എന്നിട്ടും എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഉണ്ടായാലും, ഏത് കളിയുടെയും ഏത് ലഹുവിന്റെയും ഏത് വസീനയുടെയും ഏതിന്റെ അവസ്ഥയിലായാലും അള്ളാഹുവിലേക്ക് തിരിയുക എന്നതും യഥാർത്ഥ വിശ്വാസികളായി തീരുക എന്നതും വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കണം. അള്ളാഹു വിശുദ്ധ റമദാനിൽ ഇത്തരം ചിന്തകൾ വളർത്തി വലുതാക്കി ജീവിതത്തെ നന്നാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.